ഹലോ, ഷമ്മു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മൈസൂർ ജീവിതവും അവിടുത്തെ കുറച്ച് കാഴ്ചകൾ, ഞാൻ താമസിച്ചിരുന്ന സ്ഥലം, കർണാടകക്കാരുടെ ട്രഡീഷണൽ ഫുഡ്, ഇതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം മകന് മൈസൂർ SBIയിൽ ജോലിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവിടെ അങ്ങനെയൊന്ന് താമസിക്കാൻ ഇങ്ങനെ കൂടുതൽ ദിവസം, അതായത് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ 1-2 മാസം ചെന്ന് താമസിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ അവിടെ താമസിച്ച് കുറേ കാഴ്ചകൾ കാണാനും, അങ്ങനെ അവരുടെ ട്രഡീഷണൽ ഫുഡ് റാഗി മുദ്ദ, അതെനിക്ക് കഴിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതുമൊക്കെ കഴിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ തിരിച്ച് മകന് കേരളത്തിലേക്ക് സ്ഥലമാറ്റമായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പാക്കപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ കുഞ്ഞൻ്റെ ചോറൂണാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച. അപ്പോൾ അത് ഗുരുവായൂർ വെച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് പോകുന്നത്. മകൻ 1 മാസം കൂടി എടുക്കും നാട്ടിലേക്ക് വരാൻ. അപ്പോൾ വഴിയിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് പാനിപ്പൂരി. അത് എവിടെ കണ്ടാലും വാങ്ങിക്കഴിക്കും. പിന്നെ ഞാൻ കൂടുതൽ ദോശയുടെ വെറൈറ്റി ദോശകൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇത് പനീർ മസാല ദോശയാണ്. സൂപ്പറായിരുന്നു കേട്ടോ. കർണാടകക്കാരുണ്ടാക്കി തന്നെന്ന് പറഞ്ഞാലും കേരളത്തിലെ പനീർ മസാലയല്ല, ഇത് കന്നഡക്കാരുടെ പനീർ മസാല ദോശ. സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നീട് ട്രൈ ചെയ്തത് ബട്ടർ മസാല ദോശയാണ്. അതും പനീർ മസാല, ഇത് ബട്ടർ മസാല ദോശ പനീർ മസാലയുടെ അത്രയും ടേസ്റ്റ് വരില്ല, എങ്കിലും സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ കഴിക്കാത്തൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ മഷ്റൂം ഫ്രൈ ആണ്. അതും ഇതാണ് മഷ്റൂം ഫ്രൈ. അത് നല്ല ചൂടുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു കഴിക്കാൻ. പിന്നീട് നമ്മുടെ റൈസ് എന്ന് പറയുമ്പോൾ അവരുണ്ടാക്കി തരുന്നത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയല്ല, വേറൊരു ടേസ്റ്റാവും. പിന്നെ കൃഷിസ്ഥലം കൂടുതലായിട്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് കാണാൻ കഴിഞ്ഞില്ല. കാരണം ഒക്കെ അവരുടെ നിലമൊക്കെ ഉഴുത് കൃഷിക്ക് അനുയോജ്യമാക്കി ഇടുന്നതേ ഉള്ളൂ. തക്കാളിയൊക്കെ ഞാൻ കണ്ടു, എല്ലാമൊക്കെ ഉണങ്ങിയിട്ട് തക്കാളിപ്പഴം നിൽപ്പുണ്ട്, പക്ഷേ അതിൻ്റെ ചെടിയെല്ലാം ഉണങ്ങി നിൽക്കുക. ഇത് നമ്മുടെ ചോളമാണ്. അവർ ചോളം സ്വീറ്റ് കോൺ ആണ് കൂടുതലായിട്ട് 3 ദിവസം കൂടുമ്പോൾ അത് ഒടിച്ചെടുക്കാം. സ്വീറ്റ് കോണിനാണ് കൂടുതൽ വിലയും കിട്ടുന്നത്. അപ്പോൾ പാകമായതെടുക്കാമെന്ന് പറയുമ്പോൾ അത് അത്രയും നാൾ കാത്ത് നിൽക്കേണ്ടതെന്ന് വെച്ചു. ഇതാകുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ അവർക്ക് വിളവെടുക്കാം, നല്ല വിലയും കിട്ടുമെന്ന് പറഞ്ഞു. ഇത് മകൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആളുടെ വീട്ടിൽ, പക്ക ഗ്രാമപ്രദേശമാണ്, കൃഷിസ്ഥലമാണ്. അവിടെ പോയപ്പോൾ എടുത്ത കുറച്ച് കാഴ്ചകളാണ്. ഇത് തിനയാണ്. തിനയെന്ന് പറയുമ്പോൾ ഇതവർ കട്ട് ചെയ്ത് നല്ലോണം വിളഞ്ഞു കിടക്കുന്ന പാടത്തു നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് മുകൾ വശം മാത്രം കട്ട് ചെയ്ത്, നമ്മുടെ ഇവിടെ ചിലയിടത്ത് നെൽക്കതിർ കട്ട് ചെയ്തെടുക്കുക. ഇത് ആൾക്കാർ തന്നെയാണ്, അവരതങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഒന്നുകൂടെ വെയിലത്തിട്ട് ഉണങ്ങി എടുക്കുന്നത് കണ്ട്. ഇത് തിനയാണ്. ഇതാണ് റാഗി മുദ്ദ, കന്നഡക്കാരൻ്റെ ട്രഡീഷണൽ ഫുഡ് റാഗി മുദ്ദ. അതിൻ്റെ കൂടെ അവർ തരുന്ന കറി എന്ന് പറയുന്നത് ചിക്കൻ കറി, മട്ടണും ചിക്കനുമാണ് അവരുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് ഇതിനകത്ത് നല്ലവണ്ണം കറിയിൽ മുക്കിയിട്ട് വായിൽ വെച്ച് വിഴുങ്ങണം, ചവയ്ക്കാൻ പാടില്ല. ഇത് മട്ടൺ നല്ലവണ്ണം, ഈ ബോൾ പോലെ ഇരിക്കുന്നത് മട്ടൺ നല്ലവണ്ണം ചതച്ചിട്ട് നമ്മുടെ നാട്ടിൽ കൊഴുക്കട്ട പോലെ ആക്കി അതങ്ങനെ കറിയാക്കി എടുക്കുന്നതാണ്. പിന്നെ തരുന്നത് വെള്ളരി, പിന്നെ സവോള. ഇത് മട്ടൺ കറിയാണ്. അപ്പോൾ ഇത് റാഗി മുദ്ദ ആദ്യമൊക്കെ ഞാൻ ഇത് ലേശം എടുത്ത് കറിക്കകത്ത് നല്ലോണം മുക്കിയിട്ട് വായിലൊക്കെ അറിയാതെ ചവച്ച് പോകും. അപ്പോൾ പല്ലിലൊക്കെ പറ്റും. പിന്നെ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിഴുങ്ങാൻ പഠിച്ചു. അപ്പോൾ ടേസ്റ്റൊന്നും അറിയത്തില്ല. റാഗി മുദ്ദ കഴിക്കുമ്പോൾ ആ ചാറ് മാത്രം എടുത്ത് കഴിക്കുകയുള്ളൂ. ചിക്കനോ മട്ടണോ ആണെങ്കിൽ പിന്നെ തനിയേതിന്. ഇത് എൻ്റെ മകൾക്ക് അവിടെ ചെന്നപ്പോൾ ട്രാക്ടറൊന്ന് ഓടിക്കണം. അപ്പം അങ്ങനെ ആശാട്ടി ട്രാക്ടർ ഓടിക്കുക. വേറെ വണ്ടിയൊന്നും ഇല്ല കേട്ടോ. പക്ക ഗ്രാമപ്രദേശം ആയതുകൊണ്ട് വേറെ വണ്ടിയൊന്നും അങ്ങനെ അതുവഴി വരുന്നില്ല.
കൃഷിക്കാരൻ്റെ വീട്ടിൽ പഴയ തറവാട് നമ്മളൊക്കെ പറയില്ലേ നമ്മുടെ പണ്ടത്തെ തറവാട് എന്ന് പറഞ്ഞാൽ നാലുകെട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാം. തറയിലൊക്കെ ഇത് കണ്ടില്ലേ കല്ലൊക്കെ പാകി അവരിന്നും ആ വീട് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ പഴയ രീതിയിലുള്ള ഉരുള തറയിൽ അങ്ങനെ പിടിപ്പിക്കുന്നു. പിന്നെ തിരികല്ല് ഞാൻ കണ്ടു. പിന്നെ ഇത് കണ്ടില്ലേ ഇത് ഇന്നും നല്ല രീതിയിൽ അത് പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ വീട് കൃഷിക്കാരുടേതാണ്. ആ ചാക്കുകെട്ടൊക്കെ എന്ന് പറയുന്നത് അവരുടെ റാഗി അതുപോലെ അങ്ങനെയുള്ള ധാന്യങ്ങൾ എന്തൊക്കെയാണ്. വൈകുന്നേരം നടക്കാനിറങ്ങും കേട്ടോ. അപ്പോൾ അടുത്ത് ചെറിയൊരു ടൗണുണ്ട്. അവിടെ ഷോപ്പിങ്ങും ആകും. കുറച്ച് കന്നഡ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ എടുത്തു തരുന്ന ആൾക്ക് ചിലപ്പോൾ അറിയത്തില്ലെങ്കിൽ ഓണർക്കറിയാം. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ കാര്യം നടക്കും. ഞാനിങ്ങനെ പോയതുകൊണ്ട് എൻ്റെ ചെടികളൊക്കെ വീട്ടിലുള്ള ചെടികളൊക്കെ മൗനത്തിലായി കേട്ടോ. കാരണം അവർക്ക് വേണ്ട രീതിയിൽ വെള്ളം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ഞാനുണ്ടെങ്കിലല്ലേ വളമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഓർക്കിഡിനൊന്നും പോയില്ലാതെ നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ ഇത്തിരി സങ്കടമുണ്ട്.